Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഒരു ലിപ് ബാം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു ബീറ്റ്റൂട്ട് അതിന്റെ തോല് ചീവി എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ കുറച്ച് മാത്രം വെള്ളം ചേർക്കുക, ഒരുപാട് വെള്ളം ചേർക്കരുത്. സോ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മളിത് അരിച്ചെടുക്കാണ് പോകുന്നത്. അരിച്ചെടുക്കാൻ വേണ്ടി നല്ലൊരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചെടുക്കുക. 2 പ്രാവശ്യം അരിച്ചു കഴിയുമ്പോൾ നമുക്ക് തരിതരിപ്പില്ലാതെ കിട്ടും. ഒരു തുണിയിലിട്ട് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നല്ല കട്ടിയുള്ള ബീട്രൂട്ട് ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ ഇനി കാച്ചിയെടുക്കാനാണ് പോകുന്നത്. ഇങ്ങനെ കാച്ചിയെടുക്കുമ്പോൾ നമുക്ക് കുറേ ദിവസം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ബീട്രൂട്ട് ജ്യൂസ് നമുക്കൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടിപ്പിടിച്ച് പോകും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇത് നമ്മൾ ചൂടാക്കി എടുക്കണം. പിന്നെ നമ്മൾ ഒരു ബീട്രൂട്ടാണല്ലോ ഉപയോഗിച്ചത് ജ്യൂസ് എടുക്കാൻ വേണ്ടി, വെള്ളം ചേർത്ത് അരച്ചെടുത്തു. 2 ബീട്രൂട്ട് നമുക്ക് ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ, വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് നമ്മൾ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല പിഗ്മെൻറ്റഡ് ആയിട്ട് നമുക്ക് ആ ലിപ് ബാം കിട്ടും. എന്നാൽ കുഴപ്പമില്ല, ഒരെണ്ണം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ആകുന്ന വരയ്ക്ക് നമ്മൾ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയായിട്ട് കിട്ടും. തരിതരിപ്പില്ലാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ കുറച്ച് തരിതരിപ്പ് തുണിയിൽ വെച്ച് അരിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു സ്പൂണ് വാസലിന് ചേർത്ത് കൊടുക്കണം. വാസലിൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. ഇപ്പോൾ നമുക്ക് ഓൺലൈനിലൊന്നും ഡെലിവറി അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ വാസലിൻ ഉപയോഗിക്കുകയാണ്. ബീസ് വാക്സ് ഉപയോഗിച്ചാലാണ് കുറച്ചുകൂടെ നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് വാസലിനും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ വാസലിൻ ഉപയോഗിച്ചതേ ഉള്ളൂ. കുട്ടികൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം വാസലിൻ്റെ പകരം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടും ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് വലിയവർക്കാണെങ്കിൽ വാസലിൻ്റെ പകരം ബീസ് വാക്സ് ആണ് ഒരുപാട് നല്ലത്. ബീസ് വാക്സ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്ക് വാസലിൻ ഉപയോഗിച്ച് തന്നെ ഇത് എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ചെറിയ കണ്ടെയ്നറിൽ ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് ഫ്രീസറിൽ ഒരു 30 മിനിറ്റ് സെറ്റ് ആവാൻ വേണ്ടി വെച്ചതിന് ശേഷം എടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സെറ്റായതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക നമ്മുടെ ലിപ് ബാം. നന്നായിട്ട് സെറ്റായിട്ട് നല്ല കട്ടിയായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ലിപ് ബാം പോലെ തന്നെ ഉണ്ടാവും. ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ലിപ് ബാം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 6 മാസം വരെ കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബീട്രൂട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് 6 മാസമൊന്നും വരില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ലിപ് ബാം ഉണ്ടാവുക. നല്ല റെഡ് ടിൻറ്റ് ഉണ്ടാവും നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ ലിപ്സ് കറുത്ത് പോവാതിരിക്കാനായിട്ട് ഇത് സഹായിക്കും. ലിപ് ബാം നമ്മൾ തുടർന്ന് യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ട ചുണ്ടിൻ്റെ നിറം വീണ്ടെടുക്കാനായിട്ടും അതുപോലെ തന്നെ ചുണ്ടിന് നല്ല പ്രൊട്ടക്ഷൻ നൽകുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ലിപ് ബാം ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, സീ യു, ടേക്ക് കെയർ, ഐ ലവ് യു ഓൾ.